Our topic is vortex tube refrigeration. എന്താണ് വോർട്ടക്സ് ട്യൂബ് റെഫ്രിജറേഷൻ എന്നുള്ളത് നമ്മൾ ഈ ടോപ്പിക്കിൽ കാണുന്നു. ഇറ്റ് ഈസ് എ നോൺ കൺവെൻഷണൽ ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം. നമ്മൾ ഇതുവരെ പഠിച്ച റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ വേപ്പർ കംപ്രഷൻ, എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ഒക്കെയാണ്. ബട്ട് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു നോൺ കൺവെൻഷണൽ ആയിട്ട് നമ്മളങ്ങനെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം അല്ല. നമുക്ക് നോക്കാം എന്താണ് വോർട്ടക്സ് ട്യൂബ് റെഫ്രിജറേഷൻ എന്ന്. ആദ്യം ഒരു സ്കീമാറ്റിക് നോക്കാം. ഹൗ ഡസ് ഇറ്റ് വർക്ക്? അപ്പോൾ ഇതാണ് ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് വോർട്ടക്സ് ട്യൂബിനുള്ളത്. അതിൻ്റെ ഒരു എൻഡിൽ ഒരു വാൽവ് ഉണ്ടാകും. ഒരു സൈഡിനെ നമ്മൾ ഹോട്ട് സൈഡ് എന്നും ഒരു സൈഡിനെ നമ്മൾ കോൾഡ് സൈഡ് എന്നും പറയുന്നു. ഇനി വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു എയർ, ആ എയറിനെ നമ്മളൊരു നോസിലിൽ കൂടെ കടത്തി വിടുന്നു. അപ്പോൾ ആ എയറിൻ്റെ വെലോസിറ്റി കൂടുന്നു. അത്തരത്തിൽ വളരെ ഹൈ വെലോസിറ്റിയിലുള്ള എയറിനെ ടാൻജൻഷ്യലി നമ്മൾ ഈ ട്യൂബിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്പൈറൽ ഫോമിൽ അത് ഈ ട്യൂബിനകത്തൂടെ ഫ്ലോ ചെയ്ത് ഒരെൻഡിലേക്ക് പോകുന്നു. ഈ കാണുന്ന രീതിയിൽ ഒരു സ്പൈറൽ ഫോമിൽ അത് ഫ്ലോ ചെയ്ത് ഈ ട്യൂബിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഈ റൈറ്റ് സൈഡിലായിട്ടൊരു വാൽവ് ഉണ്ട്, അതൊരു ഒബ്സ്ട്രക്ഷനാണ്. അതുമൂലം ഈ ഹൈ വെലോസിറ്റിയിൽ വരുന്ന എയർ സഡനായിട്ട് ഇവിടെ വന്ന് ഇടിക്കുമ്പോൾ ഒരു സഡൻ പ്രഷറൈസ് ഉണ്ടാകുന്നു. കുറച്ച് എയർ ഈ സൈഡിൽ കൂടെ എസ്കേപ്പ് ചെയ്ത് പോകുന്നു, കുറച്ച് എയർ സഡനായിട്ട് ഇവിടെ വന്ന് ഇടിക്കുന്നത് മൂലം ഒരു പ്രഷറൈസ് ഉണ്ടാകുന്നു. അങ്ങനെ പ്രഷർ ബിൽഡപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ അല്ലെങ്കിൽ വളരെ ഹൈ പ്രഷർ ഇവിടെ ബിൽഡപ്പ് ആകുന്നു. ഇനി ഈ ഒരു സൈഡിൽ ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ഫ്ലോയും കൂടെ ഉണ്ടാകുന്നു. ആ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ സ്പൈറൽ ഷേപ്പിലുള്ള റൈറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ സെൻറ്ററിൽ കൂടെ ആയിരിക്കും ഈ റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന എയർ. അങ്ങനെ റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ഹീറ്റ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കും. എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുക? ഈ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ഈ എയറിൻ്റെ ഹീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എനർജി റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന എയർ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ആ എയർ ഈ സ്പൈറൽ ഫോമിൽ പോകുന്ന എയറിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പോവുക. അപ്പോൾ ഹീറ്റ് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന എയറിൻ്റെ ഹീറ്റ് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന എയർ അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? റൈറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു. അതുമൂലം ഒരു ഹോട്ട് എയർ നമുക്ക് റൈറ്റ് എൻഡിൽ കിട്ടുന്നു. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഈ സെൻട്രൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എയർ തണുക്കുന്നു. അപ്പോൾ നമുക്കൊരു വളരെ ലോ ടെമ്പറേച്ചർ അടുത്ത ലെഫ്റ്റ് എൻഡിലായിട്ട് കിട്ടുന്നു. അപ്പോൾ ഈ വാട്ടർ ട്യൂബിൻ്റെ ഒരെൻഡിൽ നമുക്കൊരു ഹോട്ട് സൈഡും ഒരെൻഡിൽ നമുക്കൊരു കോൾഡ് സൈഡും എന്ന് പറയാം. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഡയഗ്രവും. ഹൈ വെലോസിറ്റിയുള്ള എയർ നമ്മൾ ടാൻജൻഷ്യലായിട്ട് സപ്ലൈ ചെയ്യുമ്പോൾ അതൊരു സ്പൈറൽ ഫോമിൽ ഈ വാട്ടർ ട്യൂബിലൂടെ ഒരെൻഡിലേക്ക് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഇടിക്കുന്നു. ആ സമയത്ത് കുറച്ച് എയർ എസ്കേപ്പ് ചെയ്തിലേക്കൂടെ പോകും. കുറച്ച് ഇടിച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു പ്രഷർ ബിൽഡപ്പ് ആവുന്നു. അതുമൂലം ഒരു റിവേഴ്സ് ഡയറക്ഷനിലൊരു ഫ്ലോ ഉണ്ടാകുന്നു. ആ റിവേഴ്സ് ഡയറക്ഷനിലുള്ള ഫ്ലോ ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന മെയിൻ ഫ്ലോയുടെ സെൻറ്ററിൽ കൂടിയാകും പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. മീൻസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ ഹീറ്റ് റൈറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന എയർ അബ്സോർബ് ചെയ്യുന്നു. അതുമൂലം ലെഫ്റ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് വളരെ കോൾഡ് എയർ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടും. റൈറ്റ് സൈഡിൽ ഫ്ലോ ചെയ്യുന്ന എയർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ നമുക്കൊരു ഹോട്ടായിട്ടുള്ള എയറും കിട്ടും. നമുക്കിനി എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എ വോർട്ടക്സ് ട്യൂബ് ഈസ് എ തെർമോഫ്ലൂയിഡിക് ഡിവൈസ് which generates cold and hot streams from a single injection of pressurized gas. അതായത് നമ്മളൊരു പ്രഷറൈസ്ഡ് ഗ്യാസിനെ ഹൈ വെലോസിറ്റിയിൽ സപ്ലൈ ചെയ്യുന്നു, ഒരൊറ്റ സിംഗിൾ ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷനിലൂടെ നമ്മൾ ഈ വാട്ടക്സ് ട്യൂബിൻ്റെ ഒരെൻഡിൽ ഹോട്ട് എൻഡും അല്ലെങ്കിൽ ഹോട്ട് എയറും ഒരെൻഡിൽ കോൾഡ് എയറും കിട്ടത്തക്ക രീതിയിലേക്ക് നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ നോൺ കൺവെൻഷണൽ ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം. It consists of a nozzle, diaphragm, valve, hot side and cold side.
ഇവിടെ യൂസ് ചെയ്യുന്ന നോസൽ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലുള്ള എയറിനെ അതിൻ്റെ എനർജി കൺവേർട്ട് ചെയ്ത് ഹൈ വെലോസിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ നോസൽ യൂസ് ചെയ്യുക. ഈ ഹൈ വെലോസിറ്റിയുള്ള എയറിനെയാണ് നമ്മൾ ടാൻജൻഷ്യലി വോർട്ടെക്സ് ട്യൂബിലേക്ക് സപ്ലൈ ചെയ്യുക. സോ ദ നോസൽസ് മേ ബി എ കൺവേർജിങ് ഓർ ഡൈവേർജിങ് ഓർ കൺവേർജിങ് ഡൈവേർജിങ് ടൈപ്പ്. ഈ കാണുന്നൊരു സ്കീമാറ്റിക്കാണ്. ഓക്കെ, then working. Compressed air is passed through the nozzle, then air expands and acquires high velocity with the help of nozzle. Then a vortex flow is created in the chamber and air travels in spiral like motion along the periphery of the hot side. ഓക്കെ, ഒരു സ്പൈറൽ ലൈക്ക് മോഷനിലൂടെ എയർ ഒരു എൻഡിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ദ ഫ്ലോ ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദ വാൽവ്. ഇവിടെയുള്ള ഒരു വാൽവ് മൂലം ഫ്ലോ റെസ്ട്രിക്റ്റഡ് ആവുന്നുണ്ട്. വെൻ ദ പ്രഷർ ഓഫ് ദ എയർ നിയർ വാൽവ് ഈസ് മെയ്ഡ് മോർ ദാൻ ഔട്ട്സൈഡ് ബൈ പാർഷ്യലി ക്ലോസിങ് ദ വാൽവ്. അപ്പോൾ ഈ വാൽവ് മൂലം ഇത് സംഭവിക്കുന്നു, ഇവിടെ ഒരു പ്രഷർ റൈസ് ഉണ്ടാകുന്നുണ്ട്. Then due to this pressure rise, a reversed axial flow through the core of the hot side starts from high pressure region to low pressure region. അപ്പോൾ ഇവിടെ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ആ ഫ്ലോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രത്യേകത? ആ ഫ്ലോ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ആക്സിയൽ ഫ്ലോ ആണ് ത്രൂ ദ കോർ ഓഫ് ദ ഹോട്ട് സൈഡ്. അതായത് ഈ സ്പൈറലൈക്കിൽ മൂവ് ചെയ്യുന്ന എയറിൻ്റെ സെൻറ്ററിൽ കൂടി, അതായത് അതിൻ്റെ ആക്സിസിൽ കൂടിയായിരിക്കും ഈ റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന എയർ പോവുക. ഡ്യൂറിങ് ദിസ് പ്രോസസ് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ റിവേഴ്സ്ഡ് സ്ട്രീം ആൻഡ് ഫോർവേഡ് സ്ട്രീം. അതായത് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഹോട്ട് എയർ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന കോൾഡ് എയറിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അതുമൂലം റൈറ്റ് സൈഡിലൊരു ഹോട്ട് എൻഡും ലെഫ്റ്റ് സൈഡിലൊരു കോൾഡ് എൻഡ് കിട്ടുന്നു. Therefore, air stream through the core gets cooled below the inlet temperature of the air in the vortex tube, while air stream in forward direction gets heated up. അതായത് ഫോർവേഡ് ഡയറക്ഷനിൽ പോകുന്ന എയർ ഹീറ്റ് ആകുന്നു, റിവേഴ്സ് ഡയറക്ഷനിൽ പോകുന്ന എയർ കൂളാകുന്നു. ഓക്കെ, then the cold stream is escaped through the diaphragm hole into the cold side. By controlling the opening of the valve, the quantity of cold air and its temperature can be varied. Then advantages of vortex tube refrigeration. It uses air as refrigerant, so there is no leakage problem. കാരണം റെഫ്രിജറൻ്റ് ആണെങ്കിൽ ലീക്ക് ചെയ്യാൽ അതൊരു പ്രോബ്ലമാണ്. ഇവിടെ എയർ ആയതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. വോർട്ടെക്സ് ട്യൂബ് ഈസ് എ സിമ്പിൾ ഡിസൈൻ. നമുക്കറിയാം കംപ്രസർ, കണ്ടൻസർ, ഇവാപ്പറേറ്റർ, എക്സ്പാൻഷൻ വാൽവ്, അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ല വോർട്ടെക്സ് ട്യൂബിൻ്റെ. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ദർ ആർ നോ മൂവിങ് പാർട്സ് ഒന്നുമില്ല. കാരണം വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അവിടെ കംപ്രസറുണ്ട്. അപ്പോൾ ഇവിടെ മൂവിങ് പാർട്സോ അങ്ങനത്തെ കാര്യങ്ങളില്ല. ഇറ്റ് ഈസ് ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് റിക്വയർസ് ലെസ് സ്പേസ്. ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ലോ ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് എക്സ്പെൻസ് ആർ ഓൾസോ ലെസ്. മെയിൻ്റനൻസ് ഈസ് സിമ്പിൾ ആൻഡ് നോ സ്കിൽഡ് ലേബേഴ്സ് ആർ റിക്വയർഡ്. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്? ഇറ്റ്സ് ലോ COP. അതാണ് മെയിൻ കാരണം. ഇറ്റ്സ് ലോ COP. ലിമിറ്റഡ് കപ്പാസിറ്റി ആൻഡ് ഓൺലി സ്മോൾ പോർഷൻസ് ഓഫ് ദ കംപ്രസ്ഡ് എയർ അപ്പിയറിംഗ് ആസ് ദ കോൾഡ് എയർ ലിമിറ്റ്സ് ഇറ്റ്സ് വൈഡ് യൂസ് ഇൻ പ്രാക്ടീസ്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് എയർ മാത്രമാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ടൊരു വൈഡ് ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്? വോർട്ടെക്സ് ട്യൂബ്സ് ആർ എക്സ്ട്രീംലി സ്മോൾ ആൻഡ് as it produce hot as well as cold air, so it may be of use in industries where both are simultaneously required. അപ്പോൾ ഹോട്ട് എയറും കോൾഡ് എയറും ഒരേ സമയം നമുക്ക് ആവശ്യമുള്ള കേസിൽ ഇൻഡസ്ട്രീസിൽ നമുക്ക് വോർട്ടെക്സ് ട്യൂബ് യൂസ് ചെയ്യാം. ടെമ്പറേച്ചർ as low as -50 degrees Celsius can be obtained without any difficulty. അപ്പോൾ -50 ഡിഗ്രി സെൽഷ്യസ് വരെ വോർട്ടെക്സ് ട്യൂബിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്നാ? സോ ഇറ്റ് ഈസ് വെരി മച്ച് യൂസ്ഫുൾ ഇൻ ഇൻഡസ്ട്രീസ് ഫോർ സ്പോട്ട് കൂളിംഗ് ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഇലക്ട്രോണിക് കമ്പോണൻസിനെ കൂൾ ചെയ്യാൻ വേണ്ടിയൊക്കെ വോർട്ടെക്സ് ട്യൂബ് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ബോഡി കൂളിംഗ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ
മൈനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ബോഡി കൂൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാം. ഈ നെക്സ്റ്റ് നമ്മൾ വെരി ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ സിസ്റ്റം. വെരി ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ -150°C താഴെയുള്ള റെഫ്രിജറേഷൻ സിസ്റ്റംസ്. ആ ഒരു വളരെ ലോ ആയിട്ടുള്ള സ്റ്റേറ്റ്, ആ വളരെ കോൾഡായിട്ടുള്ളൊരു അവസ്ഥയെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി. അതിൽ നമ്മൾ അതിനെ ക്രയോജനിക്സ് എന്ന് വിളിക്കും. ബട്ട് ആ ഒരു ക്രയോജനിക്സിലെ ഡിവൈസ് നമുക്ക് പഠിക്കാനില്ല. എന്നിരുന്നാലും നമ്മൾ ഒരു ഡിവൈസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അച്ചീവിങ് ടെമ്പറേച്ചേഴ്സ് ഫ്രം -100 to -273°C ഈസ് നോൺ ആസ് ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ സിസ്റ്റം. അതായത് -100 മുതൽ -273 എന്ന് പറയുന്ന ഒരു ഓൾമോസ്റ്റ് 0 കെൽവിൻ അച്ചീവ് ചെയ്യുക. ആ ഒരു റേഞ്ച് എന്ന് പറയുന്നതാണ് ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇനി വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം കനോട്ട് ബി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ലോ ടെമ്പറേച്ചേഴ്സ് ബിക്കോസ് ഓഫ് ദ റെഫ്രിജറൻസ് സോൾഡിഫൈ ഫ്രീസ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഒന്നും നമ്മൾ ഈ വളരെ ലോ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ -150°C താഴെയുള്ള ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻസ് എല്ലാം വളരെ ലോ ടെമ്പറേച്ചറിൽ ഫ്രീസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അത് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ വേറൊരു ഡിവൈസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ക്രയോജനിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഈ -150°C താഴെ വരുന്ന ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത് ക്രയോജനിക് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയും. ദെൻ നമ്മൾ അതിൽ ഒരു ഡിവൈസ് മാത്രമാണ് പഠിക്കുക, അഡയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് പാരാമാഗ്നറ്റിക് സോൾസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ ലോ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 0 കെൽവിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അച്ചീവ് ചെയ്യുക, സയൻറ്റിഫിക്കലി അച്ചീവ് ചെയ്യാന്നേ ഉള്ളൂ. അത് നമുക്കൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫോർ റിസർച്ച് പർപ്പസാണ്. ആ 0 കെൽവിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ 0 കെൽവിനിലേക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാം, എത്രത്തോളം നമുക്ക് എത്തിച്ചേരാം എന്നത് പ്രൂവ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെ ഡിസൈൻ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറാണ്. ഓക്കെ, അഡയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് പാരാമാഗ്നറ്റിക് സോൾട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0.001 കെൽവിനാണ്. ഓൾമോസ്റ്റ് 0 കെൽവിൻ എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം റിസർച്ച് എന്നും എത്രത്തോളം നമ്മൾ ഐഡിയലി പറയുന്ന ടെമ്പറേച്ചർ -273.15°C എന്നാണ്. അപ്പോൾ ആ ഐഡിയൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്നുള്ളത് റിസർച്ചാണ്. അപ്പോൾ അതിലേക്ക് എത്രത്തോളം എത്താൻ സാധിക്കുന്നു എന്നത് റിസർച്ച് വർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്റ്റഡിയിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും എക്സ്പെരിമെൻറ്റ്സ് നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് അഡയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ. അപ്പോൾ ഈ ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിലൂടെ ഓൾമോസ്റ്റ് 0 കെൽവിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പാരാമാഗ്നറ്റിക് സോൾട്ട്. ആ സോൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയർ നടത്തുക. സോ ഹിയർ അഡയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് സർട്ടൻ പാരാമാഗ്നറ്റിക് സോൾട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂളിംഗ് നടത്തുക അല്ലെങ്കിൽ ഈ 0 കെൽവിൻ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രൊസീജിയറിൽ മനസ്സിലാക്കാം. സോ substances which are repelled by a magnetic pole are called diamagnetic materials and substances which are attracted by a magnetic pole are called paramagnetic materials. അപ്പോൾ അട്രാക്റ്റ് ആവുന്ന മെറ്റീരിയൽസ്, അപ്പോൾ അതിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുക. പാരാമാഗ്നറ്റിക് സോൾസ് ആർ ഗെറ്റിംഗ് ഹീറ്റഡ് അപ്പ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Paramagnetic soles are getting heated up when they are exposed to magnetic field and they are cooled down when removed from the magnetic field. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന പോലെ തന്നെ അതിനകത്ത് മാഗ്നറ്റിക് ഡൊമൈൻസുകളുണ്ട്. ഈ പാരാമാഗ്നറ്റിക് സോൾട്ടിനകത്ത് മാഗ്നറ്റിക് ഡൊമൈൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു കേസിൽ ഈ ഡൊമൈൻസ് എന്ന് പറയുന്നത് റാൻഡംലി ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഓർഡർലി ആവും. എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഫോമിലേക്ക് വരും. ആ ഓർഡർ ഫോമിലേക്ക് വരുന്ന സമയത്ത് അത് ഹീറ്റ് റിജക്റ്റ് ചെയ്യും.
ഓക്കെ, മെറ്റീരിയൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യും. ഇനി എഗെയിൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് എഗെയിൻ ഡിസോർഡർ ഫോമിലേക്ക് മാറും. അങ്ങനെ ഡിസോർഡർ ഫോമിലേക്ക് മാറാൻ അതിന് ഒരു ഹീറ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുക. അപ്പോൾ പാരാമാഗ്നറ്റിക് സോളിൽ അപ്പോൾ അതിനകത്തുള്ള ഡൊമൈനുകൾ റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഓർഡർ ഫോമിലേക്ക് മാറും. എഗെയിൻ ദെൻ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ അത് ഡിസോർഡർ ഫോമിലേക്ക് മാറും. അങ്ങനെ ഡിസോർഡർ ഫോമിലേക്ക് മാറാൻ അതിനൊരു എനർജി വേണം. അത് ഓർഡർ ഫോമിലേക്ക് മാറുമ്പോൾ റിലീസ് ചെയ്യുന്ന ആ എമൗണ്ട് എനർജി തന്നെ അബ്സോർബ് ചെയ്താണ് അത് ഡിസോർഡർ ഫോമിലേക്ക് മാറുക. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, വെൻ the salt is not magnetized, the molecules are oriented in a random manner such that the magnetic forces are in balance. അതാണ് നമ്മൾ റാൻഡംലി മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത കേസിൽ അതിനകത്തുള്ള ഡൊമൈനുകൾ മോളിക്യൂൾസിൽ റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, വെൻ ദ സോൾട്ട് ഈസ് എക്സ്പോസ്ഡ് ടു എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദ മോളിക്യൂൾസ് അറ്റംപ്റ്റ് ടു അലൈൻ ദംസെൽവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഡൊമൈനുകൾ മാഗ്നറ്റിക് ഫീൽഡിലെ പ്രസൻസിൽ ഓർഡർലി അറേഞ്ച്ഡ് ആകും. ഓക്കെ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? റിസൾട്ട്സ് എ ഹീറ്റ് റിലീസ് ഫ്രം ദ സോൾട്ട്. ഇപ്പോൾ പാരാമാഗ്നറ്റിക് സോൾട്ട് എടുത്തു, അതിലേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഡൊമൈനുകൾ ഓർഡർ ആകുന്ന സമയത്ത് അത് ഹീറ്റ് റിലീസാകും. ഇനി വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിമൂവ്ഡ്, ഇനി അതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദ മോളിക്യൂൾസ് റീ അഡ്ജസ്റ്റ് ദെയർ പൊസിഷൻസ് ടു ദ ഒറിജിനൽ റാൻഡം അറേഞ്ച്മെൻറ്റ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ഈ മോളിക്യൂൾസ് അതിൻ്റെ റാൻഡം ആയിട്ടുള്ള ആ ഒരു ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ തിരിച്ചു വരണമെങ്കിൽ അതിനെന്ത് വേണം? ആ നഷ്ടപ്പെടുത്തിയ ഹീറ്റ് തിരിച്ചു വേണം. സോ ഇറ്റ് റിക്വയർസ് heat input for the readjustment purpose. Okay, in the absence of external heat exchange, in case ആ മെറ്റീരിയൽ ആ പാരാമാഗ്നറ്റിക് സോൾട്ടിന് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകാൻ ഹീറ്റ് ഇല്ല എന്ന് കരുതുക. എന്നുവെച്ചാൽ ഹീറ്റ് എവിടെ നിന്നും എടുക്കാൻ വഴിയില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സോൾട്ട് ഡിക്രീസസ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് അത് വീണ്ടും ഡിസോർഡർ ഫോമിലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക് സോൾട്ട് തണുക്കും, കൂളാകും. ഇതാണ് അഡയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ പാരാമാഗ്നറ്റിക് സോൾട്ടിന് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു 0 കെൽവിൻ എന്ന് പറയുന്ന വളരെ ലോ ടെമ്പറേച്ചർ ആ ഒരു വളരെ ലോ ടെമ്പറേച്ചർ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്ക് വർക്കിംഗ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഇതാണൊരു അറേഞ്ച്മെൻറ്റ്. നമുക്ക് ഒരു പാരാമാഗ്നറ്റിക് സോൾട്ട് ഉണ്ട്. ഇനി ആ പാരാമാഗ്നറ്റിക് സോൾട്ടിന് ചുറ്റുമായിട്ട് നമുക്ക് ലിക്വിഡ് ഹീലിയം ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് ലിക്വിഡ് നൈട്രജൻ ഉണ്ട്. എന്നുവെച്ചാൽ ഹീലിയം ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അതിനെയാണ് നമ്മൾ ലിക്വിഡ് ഹീലിയം എന്നും ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലാണ്, അതിനെ നമ്മൾ ലിക്വിഡ് ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ പാരാമാഗ്നറ്റിക് സോൾട്ട് ഉണ്ട്. ഇതൊരു സിമ്പിൾ സ്കീമാറ്റിക്കാണ്, എന്നാൽ ഇതിൻ്റെ ആക്ച്വൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പം സംവാട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പാരാമാഗ്നറ്റിക് സോൾട്ട് ഉണ്ട്. ആ പാരാമാഗ്നറ്റിക് സോൾട്ട് സറൗണ്ടിങ്സ് ചുറ്റുമായിട്ട് ലിക്വിഡ് ഹീലിയം നിറയ്ക്കുന്നു. ദെൻ അതിന് ചുറ്റുമായിട്ട് ലിക്വിഡ് ഹൈഡ്രജൻ നിറയ്ക്കുന്നു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയാം. ഇനി നമ്മൾ ആദ്യം പാരാമാഗ്നറ്റിക് സോൾട്ട് വെച്ചു, ലിക്വിഡ് ഹീലിയം ഒഴിച്ചു, ലിക്വിഡ് ഹൈഡ്രജൻ നിറച്ചു. ദെൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പാരാമാഗ്നറ്റിക് സോൾട്ടിന് എന്ത് സംഭവിക്കും? ആ പാരാമാഗ്നറ്റിക് സോൾട്ട് ഓർഡർ ഫോമിലേക്ക് മാറും. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിക്വിഡ് ഹീലിയം എന്ന് പറയുന്നത് വളരെ ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒന്നാണ്. ലിക്വിഡ് ഹൈഡ്രജനും ലോ ടെമ്പറേച്ചറാണ്. സോ ലിക്വിഡ് ഹീലിയത്തിനോട് ചേർന്ന് അടുത്താണ് പാരാമാഗ്നറ്റിക് സോൾട്ട് ഇരിക്കുക. മീൻസ് ഇത് തമ്മിലൊരു ചെറിയ കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും തിരിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഹീലിയം ഏത് ടെമ്പറേച്ചറിലാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേ ടെമ്പറേച്ചറിലായിരിക്കും ഈ പറയുന്ന പാരാമാഗ്നറ്റിക് സോൾട്ടും ഇരിക്കുക. അപ്പോൾ ലിക്വിഡ് ഹീലിയം വളരെ ലോ ടെമ്പറേച്ചർ,
ബിലോ 4 കെൽവിൻ എന്ന് പറയുന്ന വളരെ ലോ ടെമ്പറേച്ചറിലായിരിക്കും ലിക്വിഡ് ഹീലിയം മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതേ ടെമ്പറേച്ചറിലായിരിക്കും ആരും ഉണ്ടാവുക, പാരാമാഗ്നറ്റിക് സോൾട്ടും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഹീലിയത്തിൻ്റെ അതേ ടെമ്പറേച്ചറിലിരിക്കുകയാണ് പാരാമാഗ്നറ്റിക് സോൾട്ട്. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് പാരാമാഗ്നറ്റിക് സോൾട്ടിനകത്തെ മോളിക്യൂൾസ് ഓർഡർഡ് ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ ഓർഡേർഡ് ഫോമിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഹീറ്റ് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന ഹീറ്റ് ആര് അബ്സോർബ് ചെയ്യും? ലിക്വിഡ് ഹീലിയം അബ്സോർബ് ചെയ്യും. കാരണം ലിക്വിഡ് ഹീലിയം വളരെ ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണ്. സോ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ ലിക്വിഡ് ഹീലിയം അബ്സോർബ് ചെയ്യും. ഓക്കെ, ലിക്വിഡ് ഹീലിയം അബ്സോർബ് ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരാമാഗ്നറ്റിക് സോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ലിക്വിഡ് ഹീലിയവും ഉണ്ട്. ഈ പാരാമാഗ്നറ്റിക് സോൾട്ടിൽ നിന്ന് ലിക്വിഡ് ഹീലിയത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം. കാരണം പാരാമാഗ്നറ്റിക് സോൾട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് ലിക്വിഡ് ഹീലിയത്തിന് കിട്ടണം. അതുപോലെ തന്നെ ലിക്വിഡ് ഹീലിയത്തിന് അതേ ടെമ്പറേച്ചറിൽ വേണം പാരാമാഗ്നറ്റിക് സോൾട്ട് ഇരിക്കാൻ. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം. അതിനു വേണ്ടി നമ്മൾ ഒരു ഹീലിയം ഗ്യാസിനെ ഇതിനിടയ്ക്ക് വയ്ക്കും. ഇതിനിടയ്ക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. അതായത് പാരാമാഗ്നറ്റിക് സോൾട്ടിനും ലിക്വിഡ് ഹീലിയത്തിനും ഇടയ്ക്ക് നമ്മളൊരു ഹീലിയം ഗ്യാസിനെ നമ്മൾ സപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്കൊരു ഹീലിയം ഗ്യാസ് ഉണ്ട്. ഈ ഹീലിയം ഗ്യാസാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ പാരാമാഗ്നറ്റിക് സോൾട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ആരിലേക്ക് എത്തും? ലിക്വിഡ് ഹീലിയത്തിലേക്ക് എത്തും. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീലിയം ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഹീലിയം ഗ്യാസ് ലിക്വിഡ് ഫോമിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു പ്രഷറിലാണ് അത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഓക്കെ, അപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ലിക്വിഡ് ഹീലിയത്തിനെ വാക്വം പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലിക്വിഡ് ഹീലിയത്തിനെ റിമൂവ് ചെയ്യുന്നു. ലിക്വിഡ് ഹീലിയത്തിനെ വാക്വം പമ്പ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യുമ്പോൾ ഇത്രയും പോർഷനിൽ ആരുമില്ല, വാക്വമാണുള്ളത്. വാക്വം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡ് ഹീലിയമുണ്ട്, ഇവിടെ പാരാമാഗ്നറ്റിക് സോൾട്ട് ഉണ്ട്, ഇതിനിടയ്ക്ക് വാക്വമാണ്. കാരണം ഇതിനകത്തുള്ള ഹീലിയത്തിനെ നമ്മൾ വാക്വം പമ്പ് ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്തു. സോ ഇതിനകത്ത് വാക്വമാണ്. അപ്പോൾ ദെൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പാരാമാഗ്നറ്റിക് സോൾട്ടിന് തിരിച്ച് അതിൻ്റെ ഡിസോർഡർ ഫോമിലേക്ക് മാറാൻ ആവശ്യമായ ഹീറ്റ് എവിടെ നിന്നും കിട്ടുന്നില്ല. മീൻസ് പാരാമാഗ്നറ്റിക് സോൾട്ട് ഐസൊലേറ്റഡ് ആയിപ്പോയി. ഒരു അഡയബാറ്റിക് എന്ന് പറയാം, ഒരു അഡയബാറ്റിക് റൂമിൽ പെട്ടുപോയി എന്ന് പറയാം. അതിന് ഹീറ്റ് എവിടെ നിന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ പാരാമാഗ്നറ്റിക് സോൾട്ട് അതിൻ്റെ തന്നെ ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഡിസോർഡർ ഫോമിലേക്ക് മാറുന്നു. അത് നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ ഡിസോർഡർ ഫോമിലേക്ക് മാറുമ്പോൾ പാരാമാഗ്നറ്റിക് സോൾട്ടിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. അതായത് ഇപ്പോഴുള്ള ടെമ്പറേച്ചറിനേക്കാളും ഡിക്രീസ് ചെയ്യുന്നു. അതായത് ഇപ്പോഴുള്ള ടെമ്പറേച്ചർ 1 കെൽവിൻ ആണെങ്കിൽ 1 കെൽവിനേക്കാളും താഴുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ വളരെ ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്ന 0.001 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുക. അതായത് വളരെ ലോ ടെമ്പറേച്ചറിൽ എത്തിയതിനു ശേഷം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പാരാമാഗ്നറ്റിക് സോൾട്ട് 0 കെൽവിൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ കടമ്പ അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. ഓക്കെ, ഇനി വർക്കിംഗ് ഇന്നർ ചേംബർ കണ്ടെയ്നിങ് ദ പാരാമാഗ്നറ്റിക് സോൾട്ട് ആൻഡ് ഇനീഷ്യലി ഫിൽഡ് വിത്ത് ഗേഷ്യസ് ഹീലിയം. ഞാൻ പറഞ്ഞു പാരാമാഗ്നറ്റിക് സോൾട്ട് ഉണ്ട്, അത് കഴിഞ്ഞ് ഹീലിയം ഉണ്ട്, ലിക്വിഡ് ഹീലിയം, അത് കഴിഞ്ഞ് ഗേഷ്യസ് ഹീലിയം ഉണ്ട്, അത് കഴിഞ്ഞ് ലിക്വിഡ് ഹീലിയം. അപ്പോൾ ഗേഷ്യസ് ഹീലിയമാണ് ഇനീഷ്യലി ഈ ഹീറ്റ് ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്ന ഘടകം. ഇന്നർ ചേംബർ ഈസ് സറൗണ്ടഡ് ബൈ എ ബാത്ത് ഓഫ് ലിക്വിഡ് ഹീലിയം വിച്ച് ഇൻ ടേൺ ഈസ് സറൗണ്ടഡ് ബൈ എ ബാത്ത് ഓഫ് ലിക്വിഡ് ഹൈഡ്രജൻ. അപ്പോൾ അകത്ത് പാരാമാഗ്നറ്റിക് സോൾട്ട്, ദെൻ ഹീലിയം ഗ്യാസ്, ദെൻ ലിക്വിഡ് ഹീലിയം, ദെൻ ലിക്വിഡ് ഹൈഡ്രജൻ. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ദ പാരാമാഗ്നറ്റിക് സോൾട്ട് ഈസ് കൂൾഡ് ടു എബൌട്ട് 0.8 കെൽവിൻ. ആദ്യം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിക്വിഡ് ഹീലിയം നമ്മൾ പാരാമാഗ്നറ്റിക് സോൾട്ടിനെ ഒരു ലോ ടെമ്പറേച്ചർ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതായത് 0.8 കെൽവിൻ എന്ന് പറയുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ പാരാമാഗ്നറ്റിക് സോൾട്ടിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു ബൈ സറൗണ്ടിങ് ഇറ്റ് വിത്ത് ലിക്വിഡ് ഹീലിയം ബോയിലിംഗ് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ.
അപ്പോൾ ലിക്വിഡ് ഹീലിയത്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റെഡ്യൂസ്ഡ് പ്രഷറിലാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഹീലിയത്തിൻ്റെ ടെമ്പറേച്ചർ ഏതാണോ ആ ടെമ്പറേച്ചറിൽ പാരാമാഗ്നറ്റിക് സോൾട്ട് എത്തുന്നു. അത് 0.8 കെൽവിനാണ്. ദെൻ അതിനുശേഷം ദ സോൾട്ട് ഈസ് എക്സ്പോസ്ഡ് ടു എ മാഗ്നറ്റിക് ഫീൽഡ്. അതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മാഗ്നറ്റൈസേഷൻ ഓഫ് ദ സോൾട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലിക്വിഡ് ഹീലിയം വിത്തൗട്ട് ചേഞ്ച് ഇൻ സോൾട്ട് ടെമ്പറേച്ചർ. അപ്പോൾ പാരാമാഗ്നറ്റിക് സോൾട്ടിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുന്നു, അല്ലെങ്കിൽ ഇത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് ഉടനെ തന്നെ ലിക്വിഡ് ഹീലിയം അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ലിക്വിഡ് ഹീലിയം വേപ്പറൊക്കെ ആയി പോകും. അപ്പോൾ അത് ലിക്വിഡ് ഹീലിയം അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പാരാമാഗ്നറ്റിക് സോൾട്ടിൻ്റെ ടെമ്പറേച്ചർ ഉയരുന്നില്ല. ദെൻ ദ ഇന്നർ ചേംബർ കണ്ടെയ്നിങ് ദ സോൾട്ട് ഈസ് ഇവാക്യുവേറ്റഡ് ഓഫ് ഗേഷ്യസ് ഹീലിയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്വം പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ലിക്വിഡ് ഹീലിയത്തിനും അതുപോലെ തന്നെ പാരാമാഗ്നറ്റിക്കും സോൾട്ടിനും ഇടയ്ക്കുള്ള ഗേഷ്യസ് ആയിട്ടുള്ള ഹീലിയത്തിനെ റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പാരാമാഗ്നറ്റിക് സോൾട്ട് തെർമലി ഐസൊലേറ്റഡ് ആയി പോകുന്നു. എന്ന് പറഞ്ഞാൽ അതിനൊരു ഹീറ്റ് ഇൻട്രാക്ഷൻ നടത്താൻ ആരുമില്ല. വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിലീസ്ഡ്, അതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുന്നു. ദ സോൾട്ട് ടെമ്പറേച്ചർ ഡിക്രീസസ്. കാരണം എന്നാണ്? സോൾട്ട് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ കാരണം അതിന് വീണ്ടും ഡിസോർഡർ ഫോമിലേക്ക് മാറണം. ബട്ട് വെളിയിൽ നിന്ന് ഹീറ്റ് എടുക്കാൻ സാധിക്കില്ല. സോ ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഡിസോർഡർ ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ സോൾട്ടിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഡിക്രീസ് ചെയ്ത് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോൾട്ട് ആസ് ലോ ആസ് 0.001 കെൽവിൻ മേ ബി അറ്റൈൻഡ്. അങ്ങനെ നമുക്ക് 0.8 കെൽവിനിൽ നിന്ന് 0.001 കെൽവിൻ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് 0 കെൽവിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് അച്ചീവ് ചെയ്യാൻ ഈ പാരാമാഗ്നറ്റിക് സോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോഡ്യൂൾ 2 ടോപ്പിക്സ്. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമ്മൾ നെക്സ്റ്റ് മോഡ്യൂൾ അതിലെ ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.